ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ആരാണെന്ന് വെച്ചാൽ ഏകദേശം 40 വർഷത്തിൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയ വ്യക്തി. ഒരു ഫിലിം സ്റ്റാറായിട്ട്, ഒരു ഡാൻസറായിട്ട്, ഒരു ഡയറക്ടറായും ഇപ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റായുമുണ്ട്. ഈ പേഴ്സണാലിറ്റിക്കുള്ളിൽ ഇത്രത്തോളം കഴിവുകളുണ്ട്. ഒപ്പം തന്നെ പല കുറ്റാരോപണങ്ങളും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളും ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ നമുക്ക് ആപ്കി അദാലത്തിലേക്ക് അതിഥിയെ സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ചോദ്യങ്ങളും വിചാരണയും തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ സോണൽ മാൻസിംഗിന്റെ അനുവാദം ചോദിച്ച് ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. അനുവാദം നൽകുന്നു, തുടങ്ങിക്കോളൂ. ഹിന്ദി ഫിലിം സ്റ്റാർ ഹേമ മാലിനിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഹേമ മാലിനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ വളരെ വേഗം ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഹേമ മാഡം, ഞാൻ കേട്ടത് സത്യമാണോ? ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ പെർഫെക്ഷൻ ഇല്ലെങ്കിൽ താങ്കൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമെന്നാണ് കേട്ടത്. സത്യമാണോ അത്? പെർഫെക്ഷൻ ഇല്ലെങ്കിൽ ആർക്കായാലും ദേഷ്യം വന്നല്ലേ പറ്റൂ. ആ ദേഷ്യം വരുന്നത് എന്തായാലും നല്ല കാര്യമല്ലേ. പക്ഷേ താങ്കളുടെ ഈ ഇന്നസെന്റ് ആയിട്ടുള്ള മുഖം കണ്ടാൽ ആർക്കും തോന്നില്ല താങ്കൾക്ക് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണെന്ന്. നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് നോക്കാം, അപ്പൊ അറിയാം. You must know from my servants what they are going through. സെർവൻസ് മാത്രമേ ഉള്ളൂ? എന്തെന്നാ, എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ അവരോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയും, എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്നുള്ള കാര്യം ഉറപ്പായിട്ടും പറയും. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ഒക്കെ ധർമ്മേന്ദ്ര സാറിനോടോ? ഇത് കുടുംബത്തിന് മുഴുവൻ ബാധക, കുട്ടികൾക്ക് എല്ലാവർക്കും. കുട്ടികൾ മര്യാദയ്ക്ക് ഡയറ്റ് എടുത്തില്ലെങ്കിൽ അവർക്കും താങ്കളുടെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കാറുണ്ടോ? കുട്ടികളുടെ അടുത്ത് കുറച്ച് സ്നേഹത്തോടെ പറയണ്ടേ, അത്ര സ്ട്രിക്റ്റ് ഒന്നും വേണ്ട. കുട്ടികളല്ലേ. പക്ഷെ കുട്ടിക്കാലത്ത് താങ്കളും നിറയെ വഴക്ക് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ. അതെ, എനിക്ക് ഒരുപാട് വഴക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ ഈ നിലയിൽ നിൽക്കുന്നതിന് കാരണമേ എന്റെ അമ്മയാണ്. ഞാൻ അതിന് ഒരുപാട് നന്ദി പറയണം. താങ്കൾക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ താങ്കളുടെ കാലിൽ ചെലങ്ക് അണിയിച്ചോ? എന്റെ അമ്മയെ ഞാൻ ഒരു നല്ല ഡാൻസർ ആവണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനു വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴിയിൽ അവരെന്നെ കൊണ്ടുപോയി. പക്ഷേ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസറായി മാറാനൊന്നും കഴിയില്ല. കുട്ടികളുടെ മനസ്സിൽ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ. സോ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഒരുപാട് നാൾ കഴിഞ്ഞു, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് ഡാൻസിൽ വീണ്ടും ഇൻട്രസ്റ്റ് വന്നേ. ഇത് സത്യമാണോ എന്ന് പറയുക. താങ്കൾക്ക് കിട്ടിയ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി ഡയറക്ടർ ശ്രീധറിന്റെ മൂവിയിൽ അദ്ദേഹം താങ്കളെ റിജക്ട് ചെയ്തെന്ന് കേട്ടു. അദ്ദേഹം താങ്കളുടെ മുഖം കണ്ടിട്ട് ഇത് സ്റ്റാർ ആകാനുള്ള യാതൊരു യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഇല്ല, അദ്ദേഹം മുഖത്തിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. അവർക്ക് കുറച്ചു വണ്ണമുള്ള ഹീറോയിനെ ആവശ്യം. സോ ഐ വാസ് നോട്ട്. പിന്നെ എനിക്ക് വെറും 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആ പ്രായത്തില് ഇത്രയും ഗുണ്ടായിട്ടുള്ള ഒരാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് താങ്കൾക്ക് ശരിക്കും ദേഷ്യം വന്നതാണ്? ഇല്ല, ദേഷ്യമൊന്നും വന്നില്ല. ഒരു കാര്യത്തില് നമുക്കൊരു തോൽവി കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ വിജയത്തിന്റെ ഫസ്റ്റ് പടിയായിട്ട് കാണാൻ ശ്രമിക്കണം. സോ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ, ഞാൻ എല്ലാരോടും ഇത് തന്നെയാ പറയാറ്, ഫെയിലിയർ കണ്ടിട്ട് പേടിക്കരുത്. എന്തെന്നാ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ജോലി നമ്മളെ അത്രയും വിശ്വാസത്തോടെ ചെയ്യാൻ കഴിയും. താങ്കൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ ഫെയിൽ ആക്കിയവരുടെ മുന്നിൽ തന്നെ താങ്കൾ സക്സസ്ഫുൾ ആക്കി കാണിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ വെറും ഡാൻസർ മാത്രമായിരുന്നു. ഞാൻ സിനിമകളിലൊക്കെ അഭിനയിക്കണമെന്ന് എന്റെ അമ്മയെ ഒരുപാട് ആഗ്രഹിച്ചത്. അപ്പോഴൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഈ പറഞ്ഞൊക്കെ തരുന്ന കോളേജസ്, ഈ ആക്ടിംഗ് ക്ലാസ് അങ്ങനെയൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ തന്നെ പഠിച്ച് ചെയ്യേണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്റെ 100% ഇട്ടാണ് ചെയ്തത്. ബിക്കോസ് പിന്നെ ആ ഡയറക്ടർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തെ പ്രൂവ് ചെയ്ത് കാണിച്ചു. താങ്കൾ അത് തെളിയിച്ച് കാണിച്ചു, അത് സത്യമാണ്. പക്ഷേ ഇക്കാര്യം താങ്കൾ പറയൂ, താങ്കൾ എപ്പോഴും സെറ്റിലേക്ക് പോകുന്ന സമയത്ത് താങ്കളുടെ അമ്മ എപ്പോഴും കൂടെ കാണും, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, അത് സത്യമാണോ? അമ്മ കൂടെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. പിന്നെ
എല്ലാ കാര്യത്തിലും അത് അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാ എന്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ അമ്മ കൂടെ ഉള്ളത് വളരെ ഒരു അത്യാവശ്യ കാര്യമായിരുന്നു. ഞാൻ വളരെ ചെറുപ്പവും ഇന്നസെന്റും ആയിരുന്നു, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ആ പ്രായത്തില്. സോ അമ്മ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് നല്ലവണ്ണം ഒരു വഴികാട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു എന്റെ അമ്മയോട്. പക്ഷെ ചില സമയത്തൊക്കെ കുറച്ചു കൂടുതൽ സ്ട്രിക്റ്റ് ആയിരുന്നു അമ്മ. അതുകൊണ്ട് താങ്കളും ചില സമയങ്ങളിൽ അതൊന്നും ഞാൻ എന്റെ മക്കളോട് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ഡയറക്ടർ താങ്കളോട് ഇന്റിമേറ്റ് സീൻ ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഹീറോയുടെ കയ്യിൽ മുറുക്കെ പിടിക്കണമെന്ന് പറഞ്ഞാലോ നിങ്ങളുടെ അമ്മയുടെ കണ്ണുകളിൽ ദേഷ്യം കാണാൻ സാധിക്കൂ? അമ്മ ദേഷ്യപ്പെടുന്നില്ലായിരുന്നു. നോക്ക്, ഇപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയുടെ ആരെങ്കിലും നമ്മുടെ മുന്നിൽ നിൽക്കുവാണെങ്കിൽ, അതായത് ക്യാമറയുടെ മുന്നിൽ നിൽക്കുവാണെങ്കിൽ ആർട്ടിസ്റ്റ് എന്തായാലും ഒരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടാവും. അതിപ്പോ അമ്മ ആയാലും ചേട്ടനായാലും അതിപ്പോ കുടുംബത്തിലെ ആര് തന്നെ ആയാലും. ഒരാണിന്റെ കൂടെ ഒരു റൊമാൻസ് സീൻ അഭിനയിക്കുക, അതും നമ്മുടെ കുടുംബത്തിന്റെ മുന്നിൽ ഭയങ്കര പാടുള്ള കാര്യമാണത്. മാഡം, ഇഷ അങ്ങനെ ഒരു റോൾ ചെയ്യുകയാണെങ്കിൽ അവരോടൊപ്പം താങ്കളുണ്ടെങ്കിൽ താങ്കൾക്കും അതുപോലുള്ള ഫീൽ ആയിരിക്കില്ലേ ഉണ്ടാകുക? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പോവാറില്ല. അതെനിക്കും അറിയാലോ. അതായത് ഞാൻ എന്തൊക്കെയാ അനുഭവിച്ചു വന്നത്, അത് വെച്ചിട്ട് എന്തൊക്കെയാ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഒരമ്മ എന്ന നിലയിൽ. ഞാൻ ഈ കാര്യം അറിഞ്ഞു. ഒരിക്കൽ താങ്കളുടെ അമ്മയോടൊപ്പം താങ്കൾ വഴക്കുണ്ടാക്കിയിട്ട് ഇനി ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയതായിട്ടാണ് കേട്ടത്. അത് സത്യമായിരുന്നു? ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാ ഞാൻ എന്തു പറയാനാ, ഷി വാസ് എക്സ്ട്രീംലി ഫോണ്ട് ഓഫ് മീ. അതുകൊണ്ട് എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എത്രയാണോ ആവശ്യം അതിനേക്കാൾ ഒരുപാടധികം. അമ്മയ്ക്കും ദേഷ്യം വന്ന് കാണില്ലേ താങ്കൾക്ക്? ദേഷ്യമൊന്നും വന്നില്ല. ദേഷ്യമല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, എന്താ സംഭവിച്ചതെന്ന് വെച്ചാ, അവിടെ ഡയറക്ടേഴ്സ് പറയുന്നതും കേൾക്കണം. എനിക്ക് രണ്ടും ബാലൻസ് ചെയ്യണമായിരുന്നു, എൻ്റെ അമ്മയെയും ഡയറക്ടറിനെയും. സോ അത് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ കുറച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോ താങ്കളുടെ പെൺകുട്ടികളെ താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? രണ്ട് കുട്ടികളെയും വളരെ നന്നായിട്ട് ചെയ്യുന്നേ. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്ക്, ഒരു ലിമിറ്റ് വരെ. പിന്നെ അവർക്ക് തന്നെ അറിയാം ആ ലിമിറ്റ് ഏതുവരെ പോകാന്ന്. അവർക്ക് എന്താ തോന്നുക അതവർക്ക് ചെയ്യാം. പക്ഷെ അതേസമയം അവരെന്താ ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞിരിക്കണം. ഈ ഇൻഡസ്ട്രിയിൽ താങ്കൾക്കുള്ളത്ര ഇമേജ് വേറെ ആർക്കും ഇല്ലെന്ന് പറയാം. ഏകദേശം 40 വർഷങ്ങളായിട്ട് താങ്കൾ 130 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആരും താങ്കളെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ആരും വന്ന് ഹേമാമാലിനി എക്സ്പോസ് ചെയ്തെന്നൊരു കുറ്റവും പറയില്ല. അതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തു എന്ന് ആരും പറയില്ല. അതുപോലെ ഇപ്പോഴുള്ള ജനറേഷനും ഇരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ഓരോ സമയത്തിന്റെ കാര്യമല്ലേ. ഇപ്പോ അന്നത്തെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ പിള്ളേർക്കൊക്കെ ചിലപ്പോ ഇഷ്ടപ്പെടാതെ വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് ട്രഡീഷണൽ വാല്യൂസ് എല്ലാം വേണം. പക്ഷേ നമ്മൾ ഈ മോഡേൺ വേൾഡിൽ ജീവിക്കാനും പഠിച്ചിരിക്കണം. പക്ഷേ അതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശരീരമൊക്കെ കാണിച്ച് നടക്കണമെന്നല്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഹീറോയിൻസ് എല്ലാം അവരെല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ധരിക്കുന്ന ഡ്രസ്സൊക്കെ അവർക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. അതൊരു വൾഗറായിട്ട് തോന്നരുത്, അവർക്കത് ചേരുന്നുണ്ടെങ്കിൽ അത് ഇടാം. പലരും എന്നോട് പറഞ്ഞു, ഹേമാമാലിനി മാഡം ഷോയ്ക്ക് വരികയാണെങ്കിൽ ഈ ചോദ്യം തീർച്ചയായും ചോദിക്കണമെന്ന്. താങ്കളുടെ മകൾ ധൂം സിനിമയിൽ സ്വിമ്മിംഗ് സൂട്ട് ധരിച്ചുകൊണ്ട് അഭിനയിക്കുമ്പോൾ താങ്കളുടെ ഫീൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഫിലിം എടുക്കുന്ന സമയത്ത് എന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സീൻ ആ സിനിമയ്ക്കകത്തുണ്ടെന്ന്. പിന്നെ എനിക്ക് തോന്നിയത് ഇഷ അതിൽ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ടായിരുന്നു, ആ ധരിച്ച ഡ്രസ്സിൽ കാണാൻ. പിന്നെ ഞാനും ഓക്കെ പറഞ്ഞു. പിന്നെ മൂവിയിൽ അത് കുറച്ച് സെക്കൻഡ്സ് മാത്രമായിരുന്നു, അത് പിന്നെ അവൾക്ക് ചെയ്യണമൊന്നും ഇല്ലായിരുന്നു. താങ്കൾ അവരെയും അങ്ങനെ തന്നെയാണോ വളർത്തിയത്? താങ്കൾ ഫോളോ ചെയ്തൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഏറെക്കുറെയൊക്കെ. പക്ഷെ എൻ്റെ അമ്മയെ പോലെയല്ല. കുറച്ചൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവർക്ക് വേണ്ട ഫ്രീഡം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം ബാലൻസ് ചെയ്തു. എൻ്റെ അമ്മ തരാത്തതെല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് നല്ലവണ്ണം കൊടുക്കാൻ ശ്രമിച്ചായിരുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, ഇഷ നന്നായിട്ട് ആഹാരം കഴിച്ച് കുറച്ച് വെയിറ്റ് കൂട്ടിയതുകൊണ്ട് താങ്കൾ അവരെ വഴക്ക് പറഞ്ഞു. ഇല്ല, അവള് സ്വന്തമായിട്ട് തന്നെയാണ് വണ്ണമൊക്കെ കുറച്ചത്, ഞാനൊന്നും പറഞ്ഞില്ല. അമ്മമാരെപ്പോഴും അവരുടെ മക്കളെ നന്നായിട്ട് വണ്ണം വെച്ച് കൊഴുത്ത് തടിച്ചിരിക്കണമെന്നല്ലേ, ബബ്ലായിട്ടിരിക്കണമെന്നല്ലേ വിചാരിക്കൂ. പിന്നെ ഇഷ ചെറുതായിരുന്ന സമയത്ത് അവൾ വളരെ വളരെ സുന്ദരി കുട്ടിയായിരുന്നു. പിന്നെ ഭയങ്കര ബബ്ലിയായിരുന്നു, വളരെ സ്വീറ്റ് ആയിരുന്നു.
പക്ഷേ അതൊക്കെ ആ സമയത്ത് അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. പക്ഷേ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർക്കറിയാം അവർക്ക് എങ്ങനെ ഇരിക്കണമെന്ന്. ഇഷ അവള് സ്വന്തമായിട്ട് തന്നെയാണ് അവൾ എങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച് അതുപോലെ ആക്കിയെടുത്തത് ഫിഗറെല്ലാം. ഞാൻ അവളുടെ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വന്നു. അതായത് ഇവിടെ കുറച്ച് വണ്ണം വെച്ചോ, ഇവിടെ കുറച്ചായി, അപ്പോൾ അതൊക്കെ എങ്ങനെ കുറയ്ക്കേണ്ടത്, അപ്പോൾ അവൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യാം, അപ്പോൾ കാണാൻ നന്നായിരിക്കും എന്നൊക്കെ പറയും. പൂനെയിൽ നിന്ന് വരുന്നൊരു ന്യൂസ് പേപ്പർ ഞാൻ വായിച്ചു. അതിന്റെ കോപ്പിയും എന്റെ കയ്യിലുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ദസ് എന്നുള്ള സിനിമയുടെ പ്രീമിയർ ഷോ നടക്കുന്ന സമയത്ത് പൂനെയിൽ ഒരു മൾട്ടിപ്ലക്സ് വെച്ച് നടക്കുന്ന ഷോയുടെ സമയത്ത് ഒരു പയ്യൻ ഇഷയുടെ കയ്യിൽ കയറി പിടിച്ചു. ഇഷ ആ പയ്യനെ അടിച്ചു. ആ സമയത്ത് അവൻ എല്ലാം മറന്ന് ഓടിപ്പോയിരുന്നു. ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ പെമ്പിള്ളേരും ഇങ്ങനെ ചെയ്യണമെന്ന്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിയാക്കിയ വിട്ടുകൊടുക്കണമെന്നാണോ? അപ്പോ എന്താ ചെയ്തെന്ന് വെച്ചാൽ അതെല്ലാം കറക്റ്റ് അല്ലേ? അതുകൊണ്ട് അവളുടെ ധൈര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണ്ടേ, അതും ഒരു പെണ്ണായതിനു ശേഷം. പക്ഷേ അപ്പൊ പിന്നെ ആരും ധൈര്യത്തോടെ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. താങ്കൾ എന്തെങ്കിലും ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? നോക്ക്, ഈഷ ചെയ്തപ്പോ ഇതിന് പബ്ലിസിറ്റി കിട്ടി എന്തെന്ന് വെച്ചാൽ ഇപ്പോ മീഡിയ എല്ലാം ഉള്ളതുകൊണ്ടാണ്. അതുമില്ല, എല്ലാം ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് പുറത്തു വരില്ലേ. ആ സമയത്ത് ഇതൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ഞാനും ഒരുപാട് പേർക്ക് അടി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഗോൾഡിന്റെ ഒരുപാട് വളകൾ ഇടുമായിരുന്നു. അത് വെച്ചൊരു കുത്തിയാ എല്ലാം ശരിയാവുമായിരുന്നു. പബ്ലിക്കിൽ ശല്യപ്പെടുത്തുന്നവരെ മാത്രമേ അങ്ങനെ അടിക്കാറുള്ളൂ, അതോ ഹീറോയും അങ്ങനെ ചെയ്യാറുണ്ടോ? അതൊക്കെ ഞാൻ സിനിമയിലേ ചെയ്തിട്ടുള്ളൂ. ഞാൻ അറിഞ്ഞത് പല ഹീറോസും താങ്കൾക്ക് പല സമയങ്ങളിൽ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന്. ചില സമയങ്ങളിൽ സഞ്ജീവ് കുമാറിന്റെ പേരും ചില സമയങ്ങളിൽ ജിതേന്ദ്രയുടെ പേരും. ഇതൊക്കെ വളരെ പഴയ കാര്യങ്ങളാ. താങ്കള് ഇതൊക്കെ കളഞ്ഞിട്ട് മുന്നോട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഏത് ഹീറോയുടെ പേരാണ് പറയേണ്ടത്? പക്ഷേ താങ്കൾക്ക് എന്നെ നന്നായിട്ട് അറിയാം, എന്നെക്കാളും അത് ആരാണെന്ന്. നമുക്ക് പബ്ലിക്കിനോട് തന്നെ ചോദിക്കാം. വ്യൂവേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അതാ തേർഡ് റോയിൽ. ഹേമ മാഡം, നിങ്ങളുടെ 40 വർഷത്തെ ഫിലിം കരിയറിൽ രാജ് കപൂർ മുതൽ അമിതാഭ് ബച്ചൻ വരെ എല്ലാ ആക്ടേഴ്സ്, അതായത് എല്ലാ ലെജൻഡ് ആക്ടേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിൽ ഏറ്റവും മികച്ച ഒരു ആക്ടർ, അതായത് പ്രൊഫഷണലി കരിയർ വൈസ്, ആരാണ് നിങ്ങളെ കൂടുതൽ ഇംപ്രസ് ചെയ്തത്? ധർമ്മേന്ദ്ര സാർ ഒഴികെ. ആദ്യം മുതലേ ഞാൻ പറയുന്നത് അമിതാഭ് ബച്ചൻ സാറിന്റെ പേര് തന്നെയാണ്. ഭയങ്കര പ്രൊഫഷണലും ടോട്ടലി ഡെഡിക്കേറ്റഡും ആയിട്ടാണ് വർക്കെല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബാബുൽ സിനിമയിൽ താങ്കളുടെ റോൾ വളരെ ചെറുതാക്കിയതുകൊണ്ട് താങ്കൾക്ക് ശരിക്കും ദേഷ്യം വന്നെന്നാണ് അറിഞ്ഞത്. ഇല്ല, എനിക്ക് ദേഷ്യമല്ല. അതായത് ബാഗ്വൻ എന്ന ഫിലിമില് ഞാൻ ഇത്രയും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള റോള് കഴിഞ്ഞിട്ട് ബാബുൾ സിനിമയില് എന്റെ റോള് വളരെ ചെറുതായിട്ട് തോന്നി. എനിക്ക് തോന്നി ആ കുടുംബത്തിന്റെ അംഗമേയല്ല ഞാനെന്ന്. അങ്ങനത്തെ ഒരു ഫീലിംഗാ വന്നത്. അത് ഞാൻ എക്സ്പ്രസ് ചെയ്തു, അത്രേ ഉള്ളൂ. ആ ന്യൂസ് വന്ന പേപ്പറിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട്. ബാബുൽ സിനിമയിൽ ഹേമാമാലിനി ശരിക്കും ദേഷ്യപ്പെട്ടിരിക്കുന്നു. ആ സിനിമ കാരണം ഹേമാമാലിനി ശരിക്കും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം അമിതാഭ് ബച്ചനും റാണി മുഖർജിയുമാണ് ആ സിനിമയിൽ പ്രധാനപ്പെട്ട റോൾ ചെയ്തിരിക്കുന്നത്. താങ്കളെ ആ സിനിമയിൽ സൈഡ് ലൈൻ ആക്കിയെന്നാണ്. ആ പടം ഉണ്ടല്ലോ ബാബുൾ, ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ആയിരിക്കുമല്ലോ. പക്ഷേ ഞാൻ എന്താണോ എക്സ്പ്രസ് ചെയ്തത് അതിനേക്കാളും പ്രൊപ്പോർഷനിലാണ് അത് പുറത്തേക്ക് ഇങ്ങനെ വന്നത്. ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ബാഗ്വാനിൽ വർക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും എന്നോട് എന്താ ചോദിച്ചതെന്ന് വെച്ചാ, ഇത്രയും നല്ല റോളൊക്കെ ഈ ബാഗ്വാനിലൊക്കെ ചെയ്തിട്ട് എന്തിനാ ഇത്ര ചെറിയ റോൾ ഇതിൽ ചെയ്തേന്നാ. അതിന്റെ ഉത്തരം ഞാൻ കൊടുക്കേണ്ടതല്ലേ. അതിന്റെ അർത്ഥം ഇതെല്ലാം ഞാൻ അതുകൊണ്ട് മുഷിഞ്ഞു എന്ന്. അത് മാത്രം ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഫിലിം ചെയ്യുന്നെങ്കിൽ അതൊരു ഫുൾ ഫ്ലെഡ്ജ് റോളിലുള്ളത് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, ഒരു അമ്മയുടെ റോള് ചെയ്യേണ്ട ഒരാവശ്യമില്ല എനിക്ക് ഈ സമയത്ത്. താങ്കൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അഭിനയിക്കുകയാണെങ്കിൽ ഹീറോയിൻ റോൾ മാത്രമേ ചെയ്യുള്ളൂ. ഉറപ്പായിട്ട് ഹീറോയിൻ ഓഫ് മൈ ഏജ്. ഞാൻ ഈ പ്രായത്തിൽ വെച്ച് തന്നെ, അതായത് 50+ വെച്ചിട്ട് ഒരുപാട് കാലപ്രസക്തമുള്ള കഥകൾ വെച്ചിട്ട് സിനിമ എടുക്കാവുന്നതാണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയില് റൊമാൻറ്റിക് ഫിലിം എടുക്കണമെന്നുണ്ടെങ്കിൽ ടീനേജേഴ്സിനെ യങ്സ്റ്റേഴ്സിനെയും വെച്ച് മാത്രമാണ് എടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഏജിലും നമുക്കും അങ്ങനത്തെ നല്ല സിറ്റുവേഷൻസ് ഉള്ള നല്ല നല്ല കഥകൾ എടുക്കാവുന്നതാണ്. എല്ലാവരുടെയും സിറ്റുവേഷൻസ് എല്ലാം വെച്ചിട്ട് ഒരു പടം എടുക്കാവുന്നതല്ലേ. അതായത് നിശബ്ദം എന്നുള്ള സിനിമ നോക്കുകയാണെങ്കിൽ ഒരു പ്രായമുള്ള മനുഷ്യന് 17 വയസ്സുള്ള പെൺകുട്ടിയോട് പ്രേമം.
അതുപോലെ എന്തെങ്കിലും റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ താങ്കൾ ആ ക്യാരക്ടർ ചെയ്യൂ. ആ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. ഞാൻ ഉറപ്പായിട്ടും ചെയ്യും അത്. പക്ഷെ അതിനൊരു വൾഗാരിറ്റി ഇല്ലാതിരിക്കണം, എന്നാലും ഞാൻ ചെയ്യും. ഹേമ മാഡം, എന്റെ കയ്യിലുള്ള കുറ്റാരോപണങ്ങൾ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഓ ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജനങ്ങളുടെ വിചാരണ തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിം സ്റ്റാർ ഹേമ മാലിനിയോടാണ്. ഹേമ മാലിനിയുടെ മേലുള്ള ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഹേമ മാലിനിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർക്കുള്ളിൽ അരഗൻസ് മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഹേമ മാഡം, ഇത്രയ്ക്ക് നിഷ്കളങ്കമായ മനോഹരമായ ഒരു മുഖമാണ് താങ്കൾക്കുള്ളത്. കാണുന്നവർക്ക് താങ്കൾ ഒരു സൗത്ത് ഇന്ത്യൻ ലേഡിയാണ്, അതുകൊണ്ട് കൂടുതൽ ദേഷ്യപ്പെടില്ല. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത് താങ്കളുടെ ഉള്ളിൽ ഒരു വലിയ അരഗണ്ട് ഉണ്ടെന്നാണ്. അതിനിപ്പോ എന്ത് ചെയ്യാനാ? താങ്കൾ സീതയല്ല, കാണാനാണ് സീതയെ പോലുള്ളത്, പക്ഷേ ഉള്ളിൽ ഗീത. ചിലപ്പോഴൊക്കെ ആ ഒരു ഇമേജ് അത്യാവശ്യമാണ്. താങ്കളുടെ സിനിമകൾ ഹിറ്റായ സമയത്ത്, അതായത് ജോണി മേരെ നാം ഹിറ്റായപ്പോൾ, സീത ഗീത അത് ഹിറ്റായപ്പോൾ, താങ്കളുടെ ലിവിംഗ് റൂമിൽ പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ടെന്ന് കേട്ടു. 100 കണക്കിന് പ്രൊഡ്യൂസേഴ്സ് താങ്കളുടെ ഡേറ്റിന് വേണ്ടി അവിടെ കാത്തിരിക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ താങ്കൾ റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് നേരെ കാറിലേക്ക് കയറി ആരെയും നോക്കാതെ പോകുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് സത്യമാണോ? ഞാൻ എന്താ നോക്കേണ്ടിരുന്നെന്ന് വെച്ചാൽ അവിടെ വേറൊരു പ്രൊഡ്യൂസർ വെയിറ്റ് ചെയ്യാണ്. ഞാൻ എത്തിയില്ലാന്ന് വെച്ചിട്ട് എന്നെ വഴക്കുറഞ്ഞോണ്ടിരിക്കില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണ്ടേ. പക്ഷേ ഇൻഡസ്ട്രിയിലുള്ള ഒരു വലിയ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴൊക്കെ വലിയ വലിയ സ്റ്റാറുകൾ ഒരു പ്രശ്നത്തിൽ കുടുങ്ങുന്നു, അങ്ങനെയുള്ള സമയങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി താങ്കൾ പോകാറുണ്ട്. അങ്ങനെയുള്ള കഥകളും കേൾക്കുന്നു. ദേവ് സാർ ഒരു സിനിമ ചെയ്തു സീനത്ത് അമ്മനോടൊപ്പം. ആ പടം ശരിക്കും ഓടിയില്ല. ആ സമയത്ത് താങ്കൾ അവരോടൊപ്പം ഒരു സീൻ ആക്ട് ചെയ്ത് സഹായിച്ചു. ഏതൊക്കെ ഫിലിം എനിക്ക് വരുന്നോ അതില് ഉള്ള ഹീറോസ് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നൊന്നും ഞാൻ ഒരിക്കലും നോക്കാറില്ല. എന്തെന്നാ ഞാൻ അത് സൈൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. പിന്നെ പടം ഹിറ്റാവുന്നോ ഇല്ലയോ അതൊക്കെ സെക്കൻഡറി അല്ലേ. പിന്നെ അവരുടെ കരിയറൊക്കെ ഡൗൺ ആവുന്നു, അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യും. ഞാനത് ദൈവമൊന്നും അല്ലല്ലോ, അതൊക്കെ അങ്ങ് നടക്കുന്നതാണ്. അത് ആരായാലും ശരി, ഞാൻ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. അതായത് ആരുടെയൊക്കെ കരിയർ താഴേക്ക് ഇറങ്ങി. ചിലപ്പോ തിരിഞ്ഞു നോക്കുമ്പോ അങ്ങനെയായിരിക്കും എല്ലാവർക്കും തോന്നുന്നത്, പക്ഷേ അതല്ല യാഥാർത്ഥ്യം. അപ്പോ ഇന്ന് ബാഗ്വാൻ അമിതാഭ് ബച്ചന്റെ പടം സൂപ്പർ ഹിറ്റ് ആകുകയാണെങ്കിൽ ആ ക്രെഡിറ്റും താങ്കൾക്ക് തന്നെ ആയിരിക്കും വന്നു ചേരുന്നത്. അങ്ങനെയാണോ? എന്നാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നോക്കൂ, ബാഗ്ബാൻ ചിത്രത്തിൽ എന്താന്ന് വെച്ചാ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ രണ്ടുപേരെയും സ്ക്രീനിൽ ഒരുമിച്ച് കണ്ടതാ. അത് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ കഥ എന്താന്ന് വെച്ചാ, അതായത് ഒരു പക്ഷെ കഥ നല്ലതല്ലെങ്കിൽ ഫിലിം ഒരിക്കലും ഹിറ്റാവില്ല. കഥ വളരെ നല്ലതായിരുന്നു. അതായത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, കുട്ടികളൊക്കെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, പ്രധാനമായിട്ടും ഫോറിൻ കൺട്രീസില്, ഇതൊക്കെ ഉൾപ്പെട്ട കഥയായിരുന്നു അത്. പിന്നെ അതിൽ നമ്മൾ രണ്ടുപേരും, ഞാനും അമിതാഭ് ബച്ചൻ സാറും, നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്തു. ആ ഫിലിം നടന്നു. അതാണ് ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായത്. അതൊരു പുതുമ നിറഞ്ഞ വിഷയമായിരുന്നു. അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തു. ആ സിനിമയാണ് കുട്ടികളെ അടിച്ചു പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചത്. അടിച്ചു പിടിച്ചൊക്കെ. പിന്നെ ബാഗ്വാന്റെ 3D കൂടി മേടിച്ചുകൊണ്ട് പോവുമായിരുന്നു കുട്ടികളൊക്കെ. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു. ഒരു വലിയ സ്ഥലത്ത് വന്നൊരു സന്തോഷം. കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ നല്ല കാര്യമല്ലേ. ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു ഈ ഫിലിമിൽ വർക്ക് ചെയ്തേന്. അത് മാത്രമല്ല ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഇത് വളരെ നല്ലൊരു മെസ്സേജാണ്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെസ്സേജ്. ഒരു രഹസ്യം താങ്കളോട് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ കാര്യം അറിയാവൂ. അമിതാഭ് ബച്ചനോടൊപ്പം ഏത് സ്റ്റാറിനെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുവോ, അതായത് ഷാറുഖ് ഖാൻ, അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ ചാൻസ് താങ്കളാണ് നൽകിയെന്ന് കേട്ടു. അതെ അതെ. ദിൽ ആസ്ന എന്ന പടം ഞാൻ ചെയ്യാൻ പോവായിരുന്നു. അപ്പോൾ ഞാൻ ഹീറോയെ നോക്കുമായിരുന്നു. ആ സമയത്താണ് ടെലിവിഷനില് അദ്ദേഹത്തിന്റെ ഒരു സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫൗജി. അതായത് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഹി വാസ് സോ സ്വീറ്റ്, സോ നൈസ്. ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നല്ല കാണാൻ ഭംഗിയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞു ഈ പയ്യൻ മതി എന്റെ സിനിമയ്ക്കെന്ന്. അതായത് സിനിമ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോൺ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബോംബെയിലേക്ക് വന്നു. പകുതി കാര്യം താങ്കൾ മറന്നു. ആ കാര്യം ഞാൻ പറയാം. ഷാരൂഖ് ഖാന് ഞാൻ ഹേമ മാലിനിയാണ് സംസാരിക്കുന്നത് പറഞ്ഞ് താങ്കൾ സംസാരിച്ചത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം എന്നെ പറ്റിക്കില്ലെന്ന് താങ്കളോട് പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും എന്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു.
പിന്നെ അദ്ദേഹം വന്നിരുന്നു. ആ അദ്ദേഹം വന്നു, ഞാൻ സ്റ്റോറിയൊക്കെ നറേറ്റ് ചെയ്തു, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ധരംജി വന്നപ്പോ അദ്ദേഹത്തോടും പറഞ്ഞു ഈ പയ്യനാണ് നമ്മുടെ ഫിലിമില് ഹീറോ ആയിട്ട് വരാൻ പോകുന്നതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്. മൊത്തം കാര്യം പറയൂ ഹേമ മാഡം. എന്നെക്കാളും നന്നായിട്ട് താങ്കൾക്കെല്ലാം അറിയാലോ. എനിക്ക് സമയം പോകുന്തോറും ഞാൻ അതിനെക്കുറിച്ച് മറന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാം. ഷാരൂഖ് ഖാന്റെ മുടി നല്ല നീളമുള്ളതായിരുന്നു, അദ്ദേഹത്തിന്റെ മുഖത്തിനെ തന്നെ മറയ്ക്കുന്നതായിരുന്നു. അത് സത്യമാണ്. ആ വളരെ ശരിയാണ്. അത് മാത്രമല്ല ഞാൻ എന്റെ മേക്കപ്പ് മാനോട് പറഞ്ഞു ആ മുടി കുറച്ച് പുറകോട്ട് എടുത്തിടാൻ. അപ്പൊ മുഴുവൻ ജെല്ലൊക്കെ തേച്ചിട്ട് അത് മുഴുവൻ ബാക്കിലോട്ട് ഇങ്ങനെ ആക്കി. അപ്പൊ അദ്ദേഹത്തിന് കാണാൻ വളരെ ഡിഫറെന്റ് ആയിരുന്നു. 2 ഡിഫറെന്റ് ഫേസാ കാണാൻ പറ്റിയത്. അതായത് മുടിയൊക്കെ മുന്നിലോട്ട് ആ ഒരു ലോക്കൽ പയ്യനെ പോലെ കാണാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ മുടി ബാക്കിലോട്ട് ആക്കിയ ഫുൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട്. പക്ഷെ എനിക്ക് വേണ്ടത് ആ സോഫിസ്റ്റിക്കേറ്റഡ് ലുക്കായിരുന്നു. പിന്നെ നമ്മൾ പൂജയൊക്കെ ചെയ്തു, ഫിലിം സ്റ്റാർട്ട് ചെയ്തു. താങ്കൾ ഒരു ഡയറക്ടറായിട്ടുള്ള സമയത്ത് ഷാരൂഖ് ഖാൻ താങ്കളെ ആക്ടർ എന്നുള്ള രീതിയിൽ ശരിക്കും കഷ്ടപ്പെടുത്തിയോ? ഒരിക്കലും ആരും ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല എന്റെ കുട്ടികൾ ആ സമയത്ത് വളരെ ചെറുതായിരുന്നു, ഇഷയും അഹാനയും. എന്താന്ന് വെച്ചാൽ രാത്രി പിന്നെ ഫുൾ ഹോംവർക്ക് ചെയ്യണമായിരുന്നു, പിറ്റേ ദിവസം സ്കൂളിൽ പോകാനായിട്ടുള്ള. അതിനുവേണ്ടി എന്നെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പം ധരംജി എന്നെ പറയും ഞാൻ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തോളാം, ഏതൊക്കെ ഷോട്ടാ എടുക്കേണ്ടേ. പിന്നെ കുറച്ച് ഷോട്ടൊക്കെ അദ്ദേഹം എടുക്കുമായിരുന്നു. ഇന്ന് ഷാരൂഖ് ഖാൻ ഇത്രയും വലിയൊരു സ്റ്റാർ ആയതിന് താങ്കൾക്കും ഒരു വലിയ ക്രെഡിറ്റ് ഇല്ലേ? എനിക്കൊരു ക്രെഡിറ്റിന്റെ ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. തോന്നി അദ്ദേഹം ഫിലിമിന് നന്നായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഫിലിമിന് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ തലയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം ബിഗ് സ്റ്റാറായി. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ സക്സസിൽ ഒരു ചെറിയ പാർട്ട് ആവാൻ സാധിച്ചതിൽ. മാഡത്തിനോടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, മാഡത്തിന്റെ ആ ഒരു ഡ്രീം ഗേൾ എന്നുള്ള ഇമേജ് ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ സീക്രട്ട് എന്താണ്? അങ്ങനെ തോന്നിയോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്? താങ്ക് യു സോ മച്ച്. ഞാനതിന് ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. പിന്നെ ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്റ്റേജിന് മുന്നിൽ വരണം. പിന്നെ സ്റ്റേജിന് മുന്നിലേക്ക് വരണമെങ്കിൽ ഞാനൊരു പർട്ടിക്കുലർ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി എത്രത്തോളം എക്സസൈസ് ചെയ്യണോ, യോഗ ചെയ്യണോ, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും എല്ലാം ഞാൻ നല്ല ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കിട്ടുന്നതെല്ലാം കഴിക്കാറും കുടിക്കാറില്ല. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മെയിൻലി ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ്. മാഡം, കോടിക്കണക്കിന് സ്ത്രീകൾ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞ ഈ ഉത്തരവ് അവർക്ക് ഒരിക്കലും തൃപ്തി നൽകില്ല. അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഈ പ്രായം വരുന്ന സമയത്ത് കാണാൻ താങ്കളെപ്പോലെ ഉണ്ടാകണമെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന്. എല്ലാരും ഡാൻസ് ചെയ്യ. ആരൊക്കെ ബാക്ക് ബാങ് സിനിമ കണ്ടോ അവര് പറഞ്ഞ കാര്യം ഇപ്പോൾ ഉള്ള യങ് ഹീറോയിൻസിനെ പോലും ഹേമ മാലിനി മാഡം ബീറ്റ് ചെയ്യുമെന്നാണ്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചിലപ്പോ ഫോട്ടോഗ്രാഫി വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഹേമ മാഡം, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഈ യങ് ഹീറോയിൻസിനെ കുറിച്ച് താങ്കളോട് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്. അവർ താങ്കളെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഞാൻ പറയാം. ഇന്ന് ആപ്കി അദാലത്തിൽ വന്നിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ ഹേമ മാലിനിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഹേമ മാലിനിയുടെ മേലുള്ള കുറ്റാരോപണം, ഇപ്പോഴൊക്കെ ഇവർ തന്റെ പെൺമക്കൾക്കും വളരെ ടഫ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഹേമ മാഡം, എന്നോട് ഈ ഫിലിം സ്റ്റാർസ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കളുടെ മകൾ ഈഷയെ കാണുന്ന സമയത്ത് സൽമാൻ ഖാനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഐ ലവ് യുവർ മദർ എന്നാണ്. അവരൊക്കെ ചുമ്മാ കളിയാക്കുന്നേ. അതൊക്കെ ശരിക്കും യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് നമ്മൾ വിശ്വസിച്ചാല് നമ്മൾ ശരിക്കും മണ്ടിയായി പോവും. ജോൺ എബ്രഹാം താങ്കളുടെ മകളോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ അമ്മ ഒരു ഹോട്ട് സ്റ്റാർ ആണെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് ബബിളില് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ സ്വന്തമായിട്ടൊരു കംഫർട്ട് ഫീൽ ചെയ്യാനായിരിക്കും. ഈ ജനറേഷനിലുള്ള ഹീറോയിൻസിന് തീർച്ചയായിട്ടും താങ്കളോടൊരു അസൂയ കാണും. അതായത് ഈ യങ് ഏജിൽ പോലും അവർ താങ്കളുടെ അത്രയും സൗന്ദര്യം ഇല്ലല്ലോ എന്ന്. സൗന്ദര്യം ആക്ച്വലി എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആശീർവാദം മാത്രമാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത് നമ്മുടെ കടമയാണ്. ഞാൻ ആ ഹീറോയിൻസിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കളുടെ ഈ പ്രായത്തിൽ അവരെങ്ങനെയാണുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് നല്ലതല്ലേ? ഞാനൊരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ നിൽക്കും, അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ. അത് അവർക്കൊരു സന്തോഷമാണല്ലോ.
ഒരാൾ എന്നോട് പറഞ്ഞു താങ്കൾക്ക് ഇത്ര സൗന്ദര്യം വരാൻ കാരണം താങ്കളുടെ മനസ്സും അത്രത്തോളം സൗന്ദര്യമുള്ളതാണ്. 18-ാമത്തെ വയസ്സിൽ താങ്കൾ എത്ര റൊമാൻറ്റിക് ആയിരുന്നു, ഇപ്പോഴും താങ്കൾ അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. റൊമാൻറ്റിക് ആയിട്ടിരിക്കണ്ടേ ഉറപ്പായിട്ടും. നമ്മുടെ ജീവിതത്തിൽ റൊമാൻസ് ഇല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഒന്നുമില്ലെന്നേ ഞാൻ പറയൂ. That love has to be there. ധർമ്മ സാറാണ് താങ്കളെക്കാൾ കൂടുതൽ റൊമാൻസ് ചെയ്തത്. ഇപ്പോഴും താങ്കൾക്ക് വേണ്ടി കവിതകൾ അദ്ദേഹം എഴുതുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അത് വളരെ നല്ല കാര്യമല്ലേ? അതായത് അദ്ദേഹത്തിന്റെ കവിതകൾ വീണ്ടും വീണ്ടും അത് വളരെ നന്നായിട്ട് വരുന്നുണ്ടെന്നുള്ളത്. താങ്കൾ അദ്ദേഹത്തെ ഒരു കവിയായി മാറ്റി. അത് ഉറപ്പായിട്ടും ആക്കി. റൊമാൻസ് ചെയ്ത് ചെയ്ത് ഞാൻ കവിയാക്കി മാറ്റി. താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഡാൻസ് പെർഫോമൻസ് ആണോ? ഇല്ല, ഇതുവരെയ്ക്കും അദ്ദേഹം എന്റെ ഡാൻസ് പെർഫോമൻസ് ഒന്നും ഒരിടത്തും കണ്ടിട്ടില്ല. വളരെ മുന്നേയൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഞാൻ ആരാന്ന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു. നന്നായി അന്നൊന്നും എണീറ്റ് പോയിട്ടില്ല. താങ്കളുടെ സൈഡിൽ നിന്ന് താങ്കൾ എന്താണ് സംഭാവന ചെയ്തത്? കവിതയ്ക്ക് പകരമായിട്ട് താങ്കൾ എന്ത് നൽകി? ഞാൻ ശ്രമിക്കാം നല്ലൊരു കവയത്രി ആകാൻ പറ്റുമെന്നുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് കുറച്ചൊക്കെ പഠിക്കാം, എങ്ങനെ എവിടെ എന്തൊക്കെ ആഡ് ചെയ്യണമെന്നുള്ളത്. അതിനുള്ള എക്സാമ്പിൾ എന്തെങ്കിലും പറയാൻ സാധിക്കും? ഇല്ല, നെക്സ്റ്റ് ടൈം പറയാം ഞാനത്. എല്ലാം തയ്യാറാക്കിയിട്ട് എടുത്തോണ്ട് വരൂ. ഉറപ്പായിട്ടും. ആദ്യമായിട്ട് ധർമ്മ സാറിനെ കാണുന്ന സമയത്ത് താങ്കൾ തോന്നിയോ ഇദ്ദേഹമാണ് എനിക്ക് ജീവിതത്തിൽ മാച്ചായ ഒരു വ്യക്തിയെന്ന്? കാരണം ആ സമയത്ത് പല വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പ്രേമിക്കുമ്പോൾ അതൊരു പേടിയായില്ലേ താങ്കൾക്ക്? ഞാൻ ആദ്യം കാണുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇദ്ദേഹത്തിനെയാണ് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ സംഭവിച്ചതാ. അത് സംഭവിച്ചതിന് ശേഷം താങ്കളുടെ അച്ഛൻ താങ്കളോട് ദേഷ്യപ്പെട്ടോ? അത് വളരെ സ്വാഭാവികമല്ലേ? എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഓൾറെഡി കല്യാണം കഴിച്ച ആളാണ്. ചാരസ് സിനിമ മാൾട്ടയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിൽ ഒരു വണ്ടിയിൽ പിന്നിൽ 3 പേര് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കഥയൊക്കെ താങ്കൾ എങ്ങനെയാ അറിഞ്ഞത്? താങ്കളുടെ അച്ഛൻ നിങ്ങളുടെ രണ്ടുപേരുടെയും നടുക്കിരുന്നുകൊണ്ട് താങ്കളോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാല് അതിപ്പോ ഏത് അച്ഛനായാലും അവരുടെ സ്വന്തം മോളെടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കോ? അതുപോലെ മറ്റൊരു കാര്യവും ഞാൻ അറിഞ്ഞു, ധർമ്മ സാർ ഒരു കുസൃതിക്കാരനാണ്. എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് താങ്കളുടെ അടുത്ത് വന്ന് ഇരിക്കുമെന്നും കിട്ടും. See, he was in love, so he will do anything. പിന്നെ അത് വളരെ ക്യൂട്ടായിരുന്നു. ആ മൂമെന്റ് തന്നെ വളരെ സ്വീറ്റ് ആയിരുന്നു. I only see it like that. It was lovely. ധർമ്മ സാർ ചെയ്ത ഏത് കുസൃതിയാണ് താങ്കൾക്ക് ഇപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത്? അതൊക്കെ ഇപ്പൊ ഒരുപാടുണ്ട്. ഞാനിപ്പോ ഏതാ പറയാ? ശരി, ഇക്കാര്യം സത്യമാണോ എന്ന് പറയാം. ധർമ്മ സാറിനും താങ്കൾക്കും അഫെയർ ഉള്ള സമയത്ത് പലരും ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. അതായത് ഹേമമാലിനി എവിടെ പോയാലും പിന്നാലെ ഒരു ആംബുലൻസും കാണും. കാരണം എത്ര പേരുടെ ഹൃദയം പൊട്ടിത്തകരുമെന്ന് അറിയില്ല. അതായത് ഇപ്പൊ ഏതെങ്കിലും ടോപ്പ് ഹീറോയിൻ ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് ഫാൻസ് അവർക്ക് ഉണ്ടാവും. സ്ക്രീനിൽ കാണുമ്പോൾ അവരോടൊക്കെ അട്രാക്ഷൻ തോന്നും, പ്രണയം തോന്നും. അതൊക്കെ കണ്ടിട്ട് അവർക്ക് ശരിക്കും അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നാൻ തുടങ്ങും. അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഈ കാലഘട്ടത്തിലുണ്ട്. ഇപ്പോഴുള്ള ടോപ്പ് ഹീറോയിൻസിന്റെ പുറകിലും അങ്ങനെ എത്ര പേരാ നടക്കുന്നത്. പക്ഷെ ഇപ്പോഴും താങ്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ധാരാളം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാ ഐ എം വെരി ഹാപ്പി. വൈ നോട്ട്? അവരെന്നെ ഇഷ്ടപ്പെടണം, അവരെന്നെ സ്നേഹിക്കണം. വൈ നോട്ട്? പക്ഷെ ചില സമയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ താങ്കളുടെ മകൾ ഇഷയെ താങ്കളോടൊപ്പം കമ്പയർ ചെയ്ത് പലരും സംസാരിക്കാറുണ്ട്. പലരും പറയുന്നത് സൗന്ദര്യത്തിൽ അമ്മയ്ക്കും മകൾക്കും ഒരു കോമ്പറ്റീഷൻ തന്നെ വെക്കാമെന്നാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. മൈ ഡോട്ടർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അത് മാത്രമല്ല, അവൾ ഹൈലി ടാലന്റഡും ആണ്. പിന്നെ ഒരു കാര്യം, അവളിങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തേ മതിയാവൂ. എന്തെന്ന് വെച്ചാൽ ഞാനൊരു ഫിലിം സ്റ്റാറാണ്, പോരാൻ ഇപ്പോഴും ഫിലിമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ പാരൻസ് ആണോ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളത് അവരുടെ മക്കൾക്ക് ഇത് ഒരുപാട് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതായത് നമ്മൾ തന്നെ അവർക്ക് കോമ്പറ്റീഷനായി മാറുന്നത് ആവശ്യമില്ലാതെ തന്നെ. ആക്ച്വലി ഇതിലൊരു കാര്യമില്ല. പിന്നെ പബ്ലിക് എന്താന്ന് വെച്ചാൽ അവര് ഒരുപാട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. അത് വളരെ തെറ്റായൊരു കാര്യമാണ്. 40 വർഷം എടുത്തു ഞാൻ ഇന്നത്തെ ഞാൻ ആകാൻ വേണ്ടിയിട്ട്. അല്ലല്ല, താങ്കൾക്ക് 2 വർഷമേ എടുത്തുള്ളൂ. ജോണി മേരെ നാമില് ഹിറ്റായതിനു ശേഷം താങ്കൾ സൂപ്പർ സ്റ്റാർ ആയിരുന്നു.
ഇല്ല അല്ല, ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ളവർ ഈ സ്ഥാനത്ത് വരാൻ 40 വർഷം എടുത്തു. പക്ഷെ താങ്കൾ അങ്ങനെയില്ല. പക്ഷേ ഈഷയ്ക്ക് താങ്കൾക്ക് ലഭിച്ച അത്ര സക്സസ് ലഭിച്ചില്ലെന്നാണ് പറയുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇല്ല, കുറച്ചു പേർക്കൊക്കെ പെട്ടെന്ന് സക്സസ് വരുന്നുണ്ട്, കുറച്ചു പേർക്കൊക്കെ കുറച്ച് സമയം എടുക്കുന്നു. പിന്നെ അവൾ എത്രത്തോളം ടാലന്റഡ് ആണോ അങ്ങനത്തെ റോൾ ഇതുവരെയ്ക്കും അവൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾക്ക് നല്ലത് കിട്ടട്ടെ, അപ്പോൾ അവള് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം രാഷ്ട്രീയത്തിൽ താങ്കൾ പുതിയൊരു അവതാരം എടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാനുണ്ട്. ആദ്യം ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ചോദ്യങ്ങളും ചോദിക്കുകയാണ് ഹേമ മാലിനിയോട്. ആപ്കി അദാലത്തിൽ ഹേമ മാലിനിയുടെ മേലുള്ള കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഹേമ മാലിനിയുടെ മേലുള്ള കുറ്റാരോപണം. ഇവർ രാഷ്ട്രീയത്തിൽ മിസ്ഫിറ്റാണ് എന്നുള്ളതാണ്. ഹേമ മാഡം, താങ്കളെപ്പോലെ സത്യസന്ധയായ ഒരു വ്യക്തി, താങ്കളെപ്പോലെ സിമ്പിളായ ഒരു വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ആ, ഞാൻ വിചാരിക്കുന്നത് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാ. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഐ മസ്റ്റ് ഡു ദി ബെസ്റ്റ്. പിന്നെ ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അപ്പൊ ശരി, എന്തായാലും എന്റെ വർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ താങ്കൾ ഒറ്റയ്ക്കാണ് പിന്നെ വന്നത്. ഒരു പക്ഷേ അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ എന്നെ കാരണം എല്ലാരും സ്ട്രെയിറ്റ് ഫോർവേഡ് ആവട്ടെ. എന്തായിരുന്നു രാജ്നീതിയില് പ്രതീക്ഷിച്ചതല്ലേ? ഇതിനു മുൻപൊക്കെ പബ്ലിക് മീറ്റിംഗ് പോകുന്ന സമയത്ത് താങ്കൾ 1-2 വാക്കുകൾ പറഞ്ഞിട്ട് പോയി ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഫുൾ സ്പീച്ചാണ് നൽകുന്നത്. ജനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്ക്സ് ടു കമ്പനി. അവിടുന്ന് പഠിച്ചത് എങ്ങനെ സംസാരിക്കേണ്ടത്, എത്രയാ സംസാരിക്കേണ്ടതെന്നൊക്കെ. BJP താങ്കളെ അത്രത്തോളം ക്യാമ്പയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്രത്തോളം സംസാരിക്കണം? ക്യാമ്പയിൻ ചെയ്ത് നമ്മൾ ഹിന്ദുസ്ഥാനിലുള്ള ഓരോ മുക്കും മൂലയിലും പോകേണ്ടതായിട്ട് വരും. ആൾക്കാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നും. എല്ലാ നാടുകളിലും പോവും, അവരുടെ കാര്യങ്ങളൊക്കെ മുഴുവൻ കേൾക്കും. എന്നിട്ട് നമ്മളും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്ത്രീകളൊക്കെ വന്ന് മിണ്ടും, അവരൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കും. പിന്നെ നമ്മൾ എന്താണോ പറയുന്നത് അതെല്ലാം നല്ലവണ്ണം കേൾക്കും. പിന്നെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുമ്പോൾ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വോട്ടും ചെയ്യും. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം പലർക്കും അറിയില്ല. ധർമ്മ സാർ ഒരു ആക്ടർ മാത്രമല്ല, ഒരു റൈറ്ററും കൂടിയാണ്. റൈറ്ററും ആണ്. പിന്നെ പോയട്രീസും എഴുതാറുണ്ട്. അതായത് നല്ല നല്ല കവിതകൾ എഴുതാറുണ്ട്. താങ്കളെക്കുറിച്ച് അദ്ദേഹം എന്ത് പറയുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. ഡയറക്ടർ, പ്രൊഡ്യൂസർ മഹേഷ് ഭട്ടില്ലേ, അദ്ദേഹത്തോടൊപ്പം ധർമ്മ സാർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മഹേഷ് സാറാണ് എന്നോട് പറഞ്ഞത്. താങ്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ധർമ്മ സാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഹേമ മാലിനി എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ലോകത്ത് മറ്റേതൊരു സ്ത്രീക്കും ഒരിക്കലും എനിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഷീ ഈസ് ഗ്രേറ്റ് എന്ന്. That's so sweet. I'm so thankful to him. ഇങ്ങനെ പറഞ്ഞതിന് so lovely. പക്ഷെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ തനിച്ച് പിന്നീട് പറഞ്ഞുതരാം. ഹേമ മാഡം, നിങ്ങൾക്ക് ബാക്ക് ബാൻ പോലെ ഒരു പടം വീണ്ടും കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ തയ്യാറാവുമോ? അതിലൊരു ഭാഗത്ത് അമിത് സാറും മറ്റൊരു ഭാഗത്ത് ധർമ്മേന്ദ്ര സാറും ആണെങ്കിൽ നിങ്ങൾ ആരെയാണ് കൂടെ അഭിനയിക്കാൻ ചൂസ് ചെയ്യുക? ആദ്യത്തെ ഒരു കാര്യം, ഇനി ബാഗ്മാൻ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും അതിൽ അഭിനയിക്കില്ല. വീണ്ടും അഭിനയിക്കില്ല മാഡം? ഇല്ല, അഭിനയിക്കില്ല. അല്ല, വേറെ ഏതെങ്കിലും നല്ല കഥ കിട്ടുവാണെങ്കിൽ, പിന്നെ അത് ധരംജിക്കും സൂട്ടാണെങ്കിൽ, അത് മാത്രമല്ല ഇപ്പൊ പോലും നമുക്കൊരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ചേർന്നൊരു ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പക്ഷേ ധരംജിക്ക് ആ സ്ക്രിപ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നെ അദ്ദേഹം ചെയ്യുവാണെങ്കിൽ ഞാനും ഉറപ്പായിട്ട് അത് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് കാണുകയും ചെയ്യാം. 24 വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ ധർമ്മ സാറിനോടൊപ്പം അഭിനയിച്ചു. ഇപ്പോൾ വലിയൊരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അഭിനയിക്കുന്നത് പോലെ ഒരു ഓഫർ ഒന്നും വന്നില്ലേ? ഇല്ല, ശരിക്കും ഓഫർ വന്നോണ്ടിനെ ഇരുന്നു. നമ്മൾ ചെയ്യാണ്ടിരുന്നതാ. എന്ന് വെച്ചാൽ ഒരുമിച്ച് വരയ്ക്കാൻ വേണ്ടി എന്തോ പോലെ തോന്നി. ഇപ്പോഴും അറിയില്ല അതെങ്ങനെ ഉണ്ടാവുമെന്ന്. ഷോലെ വീണ്ടും എടുത്താൽ അതിന്റെ റീമേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ താങ്കൾക്ക് ഓഫർ വരികയാണെങ്കിൽ ഏത് റോൾ സെലക്ട് ചെയ്യും? വീണ്ടും ആ ബസന്തി തന്നെയാണോ? മൗസിയുടെ റോള്. ജനങ്ങൾക്ക് വേണ്ടി ഹേമ മാഡം താങ്കളുടെ പല ചോദ്യങ്ങളും ഞാൻ ചോദിച്ചു. താങ്കൾ വളരെ സാമർത്ഥ്യമായ ഉത്തരവ് നൽകി. ശരി, ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് ആവശ്യമാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ നമ്മൾ ഹേമ മാലിനിയോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അവരുടെ അറഗൻസിനെ കുറിച്ച് ചോദിച്ചു,
അവരുടെ ഫിലിം കരിയറിനെ കുറിച്ച് ചോദിച്ചു. അതുപോലെ രാഷ്ട്രീയത്തിൽ മിസ്ഫിറ്റ് ആകാനുള്ള കാരണം എന്താണെന്നും ചോദിച്ചു. അതുപോലെ ധരം സാറിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങളും ചോദിച്ചു. ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സോണൽ മാൻസിംഗിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ശക്തിയും ചുമതലാബോധവും ഉത്തരവാദിത്വവും രാഷ്ട്രീയ ബോധവും എല്ലാം ഒത്തുചേർന്ന ഒരു വനിതാരത്നമാണ്. അതുപോലെ ദുർഗാദേവിയെപ്പോലെ തന്നെ ആക്ടിംഗ്, മദറിംഗ്, പോളിറ്റിക്കിംഗ്, പ്രൊഡ്യൂസിംഗ് ഫിലിംസ്, അതുപോലെ നിറയെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ബോളിവുഡിൽ സോഷ്യലിസവുമായി ചേർന്ന് 1-2 സിനിമകൾ വർഷത്തിൽ ചെയ്യുക, നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമകൾ ചെയ്യുക, അതുപോലെ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ സിനിമകളിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ സൗന്ദര്യബോധം ലോകത്തിൽ എല്ലായിടത്തും വർഷങ്ങളോളം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആളുകളെ എല്ലാം കൊണ്ട് സന്തോഷിപ്പിക്കുക. ഇതാണ് എന്റെ ഇന്നത്തെ തീരുമാനം. വളരെ വളരെ നന്ദിയുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. കഴിഞ്ഞ 40 വർഷങ്ങളായി ഹേമ മാലിനി മാഡം ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും, അതും എത്രയോ വർഷങ്ങൾ, ഇവർ തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ജനങ്ങളെ സന്തോഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം പുതിയൊരു അതിഥിയോടൊപ്പം. അതുവരെ നന്ദി, നമസ്കാരം.